ഹലോ ഗൈസ്, മുൻപ് നമ്മളൊരു പ്ലേസിൽ പോകുമ്പോൾ ആ റൂട്ട് മനസ്സിലാക്കും, ആ ലാൻഡ് മാർക്ക് നോക്കും, ഒരു മെന്റൽ മാപ്പ് ഉണ്ടാക്കും അല്ലേ. പക്ഷെ ഇപ്പൊ ഗൂഗിൾ മാപ്പ് വന്നപ്പോൾ ടേൺ റൈറ്റ്, ടേൺ ലെഫ്റ്റ് അത് പറയും നമ്മൾ ഫോളോ ചെയ്യുന്നു. പക്ഷേ നമ്മളെ ബ്രെയിൻ ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കുന്നില്ല, അതിനുവേണ്ടി മെനക്കിടുന്നില്ല അല്ലെ. റിസൾട്ട് സ്പേഷ്യൽ മെമ്മറി കുറയുന്നു എന്ന് കുറെ റിസർച്ച് പറയുന്നു. ലണ്ടൻ ടാക്സി ഡ്രൈവേഴ്സ് സ്റ്റഡിയിൽ പറയുന്നത് ഹൂ മെമ്മറൈസ് റൂട്ട്സ് ഹാവ് എ ബിഗ്ഗർ ഹിപ്പോ ക്യാമ്പസ് ഇൻ ദ ബ്രെയിൻ. സെയിം റൂട്ടിൽ തന്നെ വീണ്ടും വീണ്ടും ഗൂഗിൾ മാപ്പിൽ നോക്കി പോകുന്ന ആൾക്കാരിൽ ഈ ഹിപ്പോ ക്യാമ്പസിന്റെ ഫംഗ്ഷൻ കുറയും എന്ന് ഈ റിസർച്ച് പറയുന്നു. ലോങ് ടേമിൽ നമ്മുടെ മെമ്മറി അഫക്റ്റ് ആവുന്നു, നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽസ് കുറയുന്നു. പറ്റുമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം. ആദ്യം പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഓക്കെയാണ്, പക്ഷെ സെക്കൻഡ് ടൈം പോകുമ്പോൾ ജസ്റ്റ് നമ്മളെ ബ്രെയിൻ ഒരു വർക്ക് കൊടുക്കാം, നോക്കാം നമ്മളെ ബ്രെയിൻ എത്രത്തോളം അതിനെക്കുറിച്ച് അറിഞ്ഞു വെച്ചിട്ടുണ്ടോ നോക്കാം. അത് നമ്മുടെ ബ്രെയിനെ ഷാർപ്പ് ആക്കുന്നു, പുതിയ ന്യൂറോ പാത്വേസ് ഉണ്ടാക്കുന്നു. നമ്മൾ കൊണ്ട് ബയോളജി പഠിച്ചിട്ടില്ലേ, ഹിപ്പോ ക്യാമ്പസിന്റെ ഫംഗ്ഷൻ, അതിന്റെ റോള് എന്ന് വെച്ചാൽ ലേണിങ്ങിനും മെമ്മറി, ഷോർട്ട് ടേം മെമ്മറിയെ ലോങ് ടേം മെമ്മറിയെ കൺവേർട്ട് ചെയ്യാൻ ഇത് യൂസ് ആവുന്നു. ഗൂഗിൾ മാപ്പ് നല്ല ഹെൽപ്പറാണ്, പക്ഷെ ഓവറായി ട്രസ്റ്റ് ചെയ്യല്ലേ. നമ്മുടെ ബ്രെയിനും ഇച്ചിരി വർക്ക് ചെയ്യാൻ സമയം കൊടുക്കുക. ശരി.